ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ പോയവർ ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താൻ ആയിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡാനോവിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ചന്ദ്രയാൻ 1 ഭാരം എത്രയാണ്? ഉത്തരം 1380 കിലോഗ്രാം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഹാരിസ് എച്ച് സ്മിത്ത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം ഏതാണ്? ഉത്തരം 1959 ലൂണ 2. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം 1966 വിക്ഷേപിച്ച ലൂണ 9. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.4 km/s. ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 16. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം ശൂന്യം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. 2016 അന്തരിച്ച അമേരിക്കൻ ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം എഡ്ഗർ മിച്ചൽ. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചാന്ദ്രപേടകം ഏതാണ്? ഉത്തരം കഗുയ. ചന്ദ്രനിൽ പതാക പാറിച്ച 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ലഡു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നാണ്? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചാന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം
2009 ഓഗസ്റ്റ് 29. ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായി ഇരുന്നത്? ഉത്തരം 312. ചന്ദ്രയാൻ 1 ദൗത്യത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം JN ഗോസ്വാമി. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ന്റെ നിർമ്മാണത്തിൽ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരിരംഗൻ. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ഉത്തരം PSLV C-11. മൂൺ ഇംപാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചന്ദ്രനിൽ ഉണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയ ദിവസം? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ 1ൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ മഞ്ഞ് പാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ. ചന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇംപാക്ട് പ്രോബ്. ചന്ദ്രയാൻ 1ലെ വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, മിനറോളജി മാപ്പർ, റഡാർ. ചന്ദ്ര ഉപരിതലത്തിൽ ജലാംശം ഉള്ളതായി ചന്ദ്രയാൻ 1 കണ്ടെത്തിയതായി 2009 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതാണ്? ഉത്തരം നാസ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചന്ദ്രയാൻ 1ൽ നാസ ഘടിപ്പിച്ചിരുന്ന പരീക്ഷണ ഉപകരണം ഏതായിരുന്നു? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സൂര്യൻ. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ചന്ദ്രയാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ്? ഉത്തരം ലിഥിയം അയൺ ബാറ്ററി. എത്ര ബഹിരാകാശ പേടകങ്ങളും ആയിട്ടാണ് ചന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഉത്തരം 11. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ? ഉത്തരം 68. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ഏതാണ്? ഉത്തരം ലൂണ 10. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2019 ജൂലൈ 22 2:43 PM. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം GSLV മാർക്ക് 3. GSLV മാർക്ക് 3യുടെ ഉയരം 43.43 മീറ്റർ.
ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ISRO ആണ് ബാഹുബലി എന്ന വിശേഷണം GSLV മാർക്ക് 3ക്ക് നൽകിയത്. ചന്ദ്രയാൻ 2വിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്തുക. ചന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിച്ച സമ്മേളനം. ഉത്തരം 2008 സെപ്റ്റംബർ 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനം. ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ സ്ഥലം. ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചന്ദ്രയാൻ മിഷൻ ചെക്കോ ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ.